പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലൊരു പ്രമുഖ നടി ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട കേസിൽ 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ഈ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസിൻ്റെ ഒരു വിധിന്യായം പുറത്തേക്ക് വരികയുണ്ടായി. ഏതാണ്ട് 1714 പേജുള്ള ആ വിധിന്യായത്തിൽ 1 മുതൽ 6 വരെ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചു. അടുത്ത 4 പ്രതികൾക്ക് അവരെ കുറ്റവിമുക്തരാക്കി. അതായത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു, ഗൂഢാലോചന തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് 7, 8, 9, 10 എന്ന് പറഞ്ഞ പ്രതികൾ അവർ കുറ്റവിമുക്തരാക്കും. ആ വിധിന്യായവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ചർച്ചകൾ തുറന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം 2 യഥാർത്ഥത്തിൽ. ഒന്ന് എന്ന് പറഞ്ഞത് പീഡിപ്പിക്കപ്പെട്ടത് ഒരു നടിയാണ്. അവർ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു. അവർ സഞ്ചരിക്കുന്നൊരു വാഹനത്തിൽ വെച്ചിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടത്. അത് കൊട്ടേഷൻ ബലാത്സംഗമായിരുന്നു എന്നുള്ള ആരോപണം ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു. അതാണ് ആ കേസ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, അതിൻ്റെ പ്രതിപ്പട്ടികയിൽ കേരളത്തിലെ പ്രമുഖനായൊരു നടനുണ്ടായിരുന്നു. ആ നടൻ ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു. ആ നടൻ്റെ പേര് ദിലീപ് എന്നാണ്. മറ്റേ നടിയുടെ പേര് നമ്മൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അതിജീവിത. ഈ 2 കാരണങ്ങൾ കൊണ്ട് ആ വിധിന്യായം വന്ന് ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 8-ാം തീയതി വന്ന വിധിന്യായമാണ്. ഇന്നിപ്പോൾ 16-ാം തീയതി ആയിട്ടും ആ വിധിന്യായം വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനും ഒരുപാട് പല വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തു. ഇനി ഞാൻ വിധിന്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചതിന് ശേഷം ഇനിയും ഞാൻ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, എനിക്കിന്ന് ഈ വീഡിയോയിൽ കൂടി എനിക്ക് ഈ കേസിലെ അതിജീവിതയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം അതിജീവിത കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് വന്നതിൻ്റെ പുറകെ മഞ്ജു വാര്യർ എന്ന നടിയുടെ പ്രതികരണം വന്നിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു ക്രിസ്മസ് വിരുന്നിൽ ഈ അതിജീവിത പോയി പങ്കെടുക്കുകയുണ്ടായി. അതിൻ്റെ ചിത്രം പുറത്തേക്ക് വന്നു. അതിജീവിത ക്ലിഫ് ഹൗസിൽ പോയി മുഖ്യമന്ത്രിയുമായി ഏതാണ്ട് 1.5 മണിക്കൂർ ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു 10-25 വർഷക്കാലമായി സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്നെക്കൊണ്ട് കഴിയാവുന്നതുപോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും VS അച്യുതാനന്ദൻ്റെ കൂടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന സമയത്ത് VS അച്യുതാനന്ദൻ കൈകാര്യം ചെയ്ത സ്ത്രീപീഡന വിഷയങ്ങളിൽ അദ്ദേഹത്തെ ഇരകൾക്ക് അനുകൂലമായി സഹായിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിലും എനിക്ക് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആക്രമിക്കപ്പെട്ട നടി അതിജീവിതയോട് വളരെ ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ വീഡിയോ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അതിജീവിത കാണും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അതിജീവിതയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് അതിജീവിതയോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതിജീവിത വഞ്ചിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. അതിജീവിത ചതിക്കപ്പെടുകയാണ് എന്നുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അതിജീവിതയോട് ഉന്നയിക്കാനുള്ളത്. എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അതിജീവിതയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർ, അതിജീവിതയുടെ അഭ്യുദയകാംക്ഷി എന്നും പറഞ്ഞ് അവരുടെ ചുറ്റും നിൽക്കുന്നവർ, അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്നവർ, അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർ, അവരാണ് അതിജീവിതയെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ വിചാരണ കോടതിയിലെ വിധിയിൽ ഒരു പരാജയം സംഭവിച്ച സാഹചര്യത്തിൽ അതിജീവിത വളരെ ഗൗരവമായി ആ വിഷയം കാണണം, കേൾക്കണം, മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിജീവിത പറയുന്ന പല കാര്യങ്ങളും ഈ പറഞ്ഞ സംഘങ്ങൾ അതിജീവിതയെ കൊണ്ട് പറയിക്കുന്നതാണ് എന്നുള്ള വിവരമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊന്നും അതിജീവിത സ്വന്തമായി ചെയ്യുന്നതല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ യഥാർത്ഥത്തിൽ ഈ കേസിൽ അതിജീവിതയുടെ പരാജയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുപോലെ ഉള്ള വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ VS അച്യുതാനന്ദൻ്റെ കൂടെ ഒന്നിപ്പോൾ കൈകാര്യം ചെയ്ത അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. അങ്ങനെ അതിജീവിതവുമായി സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം, അങ്ങനെ നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല. ഈ അതിജീവിതയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഴുവൻ
ഒരു ചെറു സംഘം പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് തെറ്റാണെങ്കിൽ അതിജീവിത എന്നോട് ക്ഷമിക്കണം. പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് വലിയ അപകടമാണ് എന്നാണ് എനിക്ക് അതിജീവിതയോട് സൂചിപ്പിക്കാറുള്ളത്. ദയവ് ചെയ്ത് അതിജീവിത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘത്തെ, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും, ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ഒരു കാരണവശാലും വിശ്വസിക്കരുത്. അതാണ് എനിക്ക് ആദ്യമായി അതിജീവിതയ്ക്ക് നൽകാനുള്ള ഒരു ഉപദേശം. യഥാർത്ഥത്തിൽ ഈ കേസ് നോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? പല പല കാരണങ്ങളുണ്ട്, ഞാൻ അതിനകത്തേക്ക് വരാം. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഒട്ടും ഫലപ്രദമല്ലാത്ത പോലീസ് അന്വേഷണം. അതാദ്യം അതിജീവിതം മനസ്സിലാക്കുക. ഒരു തെളിവും ആധികാരികമായി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കാനോ കോടതിയെ ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അതിജീവിത തുറന്ന മനസ്സോടുകൂടി കാണാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് സ്ത്രീപീഡന കേസുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. സ്ത്രീപീഡന കേസുകളിൽ ഇരകൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. പ്രമാദമായ കൊലക്കേസുകൾ നടന്നിട്ടുണ്ട്, അതിന് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഫലപ്രദമായ പോലീസ് അന്വേഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ സൂര്യനെല്ലി കേസ്, അവിടെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 10-40 പേര് പീഡിപ്പിച്ച ഒരു സംഭവമാണ് ഉണ്ടായത്. അവിടെ പോലീസ് അന്വേഷണം നടന്നു. ഇരയ്ക്ക് പ്രതികൾക്ക് ശിക്ഷ കിട്ടി. മുഴുവൻ പ്രതികൾക്കും കിട്ടിയില്ലെങ്കിലും കുറേ പേർക്കെങ്കിലും ശിക്ഷ കിട്ടി. ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ ടി.പി. ചന്ദ്രശേഖരനെ മുഖത്ത് 51 വെട്ടി കൊന്നത് CPM-ന്റെ ക്രിമിനലുകളായിരുന്നു. പോലീസ് അന്വേഷിച്ചു, എല്ലാ പ്രതികൾക്കും ശിക്ഷ കിട്ടി. ഗൂഢാലോചന കേസിൽ കുറേ പേര് ജയിലിൽ കിടന്നു. അപ്പം കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണം, തെളിവുകൾ ശേഖരിച്ചിട്ടുള്ള അന്വേഷണം പല പല കേസുകളിലും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പെരിയ കൂട്ടക്കൊല കേസ്, കൃപേഷ് ശരത്ലാലെന്ന് പറഞ്ഞ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ ആ കേസിലും ഫലപ്രദമായിട്ടുള്ള അന്വേഷണം CBI ആണ് നടത്തിയെങ്കിലും ഫലപ്രദമായിട്ടുള്ള അന്വേഷണം നടക്കുകയും ശിക്ഷ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിജീവിത ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസ് അതിജീവിത തോറ്റെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ കേസ് അന്വേഷിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ട പോലീസുകാരാണ് എന്നുള്ള വിവരം, എന്നുള്ള വസ്തുത, എന്നുള്ള യാഥാർത്ഥ്യം അതിജീവിതയ്ക്ക് ഇനിയെങ്കിലും ബോധ്യപ്പെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. നമ്മൾ പൊതുമണ്ഡലത്തിൽ കിടന്ന് മറ്റേ പൾസർ സുനി കത്തെഴുതിയില്ലേ, ബാലേന്ദ്രകുമാർ പറഞ്ഞില്ലേ എന്നൊക്കെ പൊതുമണ്ഡലത്തിൽ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നമുക്ക് പറയാം. പക്ഷെ കോടതിയുടെ മുന്നിൽ അത് തെളിയിക്കണമെങ്കിൽ ആ തെളിവൊന്നും പോരാ എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞില്ലേ. ഇനി രണ്ടാമത്തെ കാര്യം, പ്രോസിക്യൂട്ടർമാരുടെ കാര്യം എടുക്കുക. 2 പ്രോസിക്യൂട്ടർമാർ പോയി അത് കോടതി ഭയങ്കര പ്രകോപനപരമായിരുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്, അതിജീവിത പറയുന്നുണ്ട്. ഈ കേസിൽ ആദ്യമെത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി ആരോപിച്ച് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഇവിടെ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതമുണ്ടെന്ന് തോന്നൽ ഉറപ്പായതിനാലായിരുന്നു അത്. അപ്പോൾ ഈ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞ കാര്യങ്ങളാണ് അതിജീവിതം മനസ്സിലാക്കുന്നത്. 2 പ്രോസിക്യൂട്ടർമാർ കേസിൻ്റെ ഇടയ്ക്ക് വെച്ച് പോയി. അതിലൊരാൾ എൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു. പക്ഷേ ഞാൻ തുറന്നു പറയുന്നു, അവരൊരു ആവറേജ് പ്രോസിക്യൂട്ടർമാരായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കേസിൽ, ഇത്രയും പ്രമാദമായിട്ടുള്ള കേസിൽ ഇതുപോലെ ആവറേജ് പ്രോസിക്യൂട്ടർമാരായിരുന്നില്ല കേസ് വാദിക്കേണ്ടിയിരുന്നത്. വളരെ ശക്തമായി കേസ് വാദിക്കുന്ന പ്രോസിക്യൂട്ടറായിരുന്നു ഇതിനകത്ത് ഉണ്ടാകേണ്ടിയിരുന്നത്. ഇപ്പോൾ ടി പി കേസിൽ പ്രോസിക്യൂട്ടർ ആരായിരുന്നു? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലായിട്ടുള്ള CK ശ്രീധരനായിരുന്നു പ്രോസിക്യൂട്ടർ. CK ശ്രീധരൻ അപ്പുറത്ത് ഒരു പ്രോസിക്യൂട്ടർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കേസ് വാദിക്കാൻ വേണ്ടി ആവറേജ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടർമാരല്ലേ വന്നത്? അല്ലേ, അവരല്ലേ വന്നത്? ശക്തനായ പ്രോസിക്യൂട്ടർ ആയിരുന്നില്ലേ വരേണ്ടിയിരുന്നത്? അപ്പുറത്ത് രാമൻപിള്ള മുതൽ സുപ്രീം കോടതിയിൽ മുകുൾ റോത്തഗി വരെയുള്ള അഭിഭാഷകർ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ആവറേജ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടർമാരായിരുന്നോ വരേണ്ടിയിരുന്നത്? അവർ യഥാർത്ഥത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയായിരുന്നോ അതിജീവിതം ചെയ്യേണ്ടിയിരുന്നത്? അവർ കോടതി പ്രകോപനപരമായി പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുകയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? ആയിരുന്നില്ല. അപ്പോൾ ഒന്ന്, പോലീസ് അന്വേഷണം പരാജയപ്പെട്ടു. 2, ആവറേജ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടർമാർ വന്ന് കേസ് വാദിച്ചു. യഥാർത്ഥത്തിൽ അവർക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നുകൊണ്ടായിരിക്കാം അവർ രാജിവെച്ച് പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും ഒരു ഘട്ടത്തിൽ ഈ കോടതി പ്രകോപനപരമായി പെരുമാറി എന്നൊക്കെയുള്ള വാദങ്ങൾ ഒരു ഘട്ടത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണ് ഞാനത് സംബന്ധിച്ച് 1-2 വർഷം മുമ്പ് വീഡിയോയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പിന്നീടാണ് എനിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായത്. പിന്നീട് ഈ കേസ് മൊത്തത്തിൽ പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് തെളിവില്ലായ്മയും
തെളിവ് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റാതിരുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം പ്രോസിക്യൂട്ടർമാർ ഇട്ടിട്ട് പോയതെന്നും അതിന് ഒരു അലീബി എന്നുള്ള ഒരു ന്യായീകരണം എന്നുള്ള നിലയിലായിരിക്കും അവർ കോടതി പ്രകോപനപരമായി പെരുമാറിയത് എന്നുമാണ് എനിക്ക് പിന്നീട് ബോധ്യമായത്. അപ്പോൾ പ്രോസിക്യൂട്ടർമാർ വരേണ്ട പോലെ വന്നില്ല, നല്ല പ്രോസിക്യൂട്ടറെ സർക്കാർ വെച്ചില്ല, നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇതന്വേഷിക്കാൻ വെച്ചില്ല. അതിലൊന്ന് ഇപ്പോൾ ബിജു പോലീസ് മോശമായ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ ടി പി കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നത് കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു പോലീസ് ടീമായിരുന്നു ടി.പി. സെൻകുമാറിൻ്റെ നേതൃത്വത്തിൽ. അതുപോലെ കാര്യക്ഷമമായിട്ടുള്ളൊരു പോലീസ് ടീം ഇതിനകത്തുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്ന്. 2, ആവറേജ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടർമാർ വന്നു, അവരവരുടെ സൗകര്യത്തിന് ആ കേസ് ഇട്ടിട്ട് പോയി, അവർ പറഞ്ഞത് അതിജീവിത വിശ്വസിച്ചു. 3, എനിക്ക് അതിജീവിതയോട് ഏറ്റവും നിർണായകമായി ചോദിക്കാനുള്ള ചോദ്യം, എന്തടിസ്ഥാനത്തിലാണ് അതിജീവിതയായിട്ടുള്ള നിങ്ങൾ ടി.ബി. മിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനെ നിങ്ങളുടെ അഭിഭാഷകയായി നിയമിച്ചത്? അതിനുള്ള മറുപടി പറയാത്രത്തോളം ഇതിനകത്ത് ദുരൂഹതകളുണ്ട് എന്ന് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് ചിന്തിക്കേണ്ടി വരും. ഇപ്പം നടി എന്നുള്ള നിലയിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, നിങ്ങൾ ലക്ഷപ്രഭുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ടി.ബി. മിനി എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ അവരെൻ്റെ സുഹൃത്താണ്, അവർ കഴിവില്ലാത്ത സ്ത്രീയാണെന്നും പൊട്ട സ്ത്രീയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് ആ കേസ് വാദിക്കാനുള്ള കഴിവില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഞാൻ തന്നെ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് വന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലും ആകാൻ സമ്മതിക്കില്ല. ഞാൻ ഒരുപാട് ഇതുപോലുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്, പക്ഷേ എനിക്കും അതിനുള്ള ഒരു പശ്ചാത്തലമില്ല. ഇതുപോലുള്ള കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ആ കേസ് വാദിക്കാൻ ചെല്ലുമ്പോൾ അപ്പുറത്ത് രാമൻപിള്ളയാണ് വരുന്നെങ്കിൽ രാമൻപിള്ളയുടെ മുമ്പിൽ എനിക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പം 3ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് കഴിവുള്ള ഒരു അഭിഭാഷകയെ നടി എന്നുള്ള നിലയിൽ പരിക്കേറ്റ അതിജീവിതം എന്നുള്ള നിലയിൽ നിങ്ങൾ നിയമിച്ചില്ല എന്നുള്ളതും വളരെ ശക്തമായിട്ടുള്ള ചോദ്യമല്ലേ? ഇപ്പോൾ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും, ഇപ്പം മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ഉള്ള മറുപടി ഇപ്പം വിധിന്യായത്തിൽ വന്നിട്ടുണ്ട്. ആ ഫയലുകളുടെ മെമ്മറി കാർഡുകൾ ടാമ്പർ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാണ് വിധിന്യായത്തിൽ ആ ജഡ്ജി പറയുന്നത്. അതിനുള്ള മറുപടി വേണം. അതിലും നിങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ. അതുപോലെ തന്നെ വിചാരണ ജഡ്ജിയെ മാറ്റണം എന്ന് നിങ്ങൾ സുപ്രീം കോടതിക്കും ജഡ്ജിക്കും സുപ്രീം കോടതിക്കും പ്രസിഡന്റും ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ജഡ്ജിയെ മാറ്റണം എന്ന് പറഞ്ഞ് നിങ്ങൾ നിവേദനം കൊടുത്തതുകൊണ്ടായോ? ജഡ്ജിയെ മാറ്റണമെങ്കിൽ ജഡ്ജി പ്രകോപനപരമായിട്ടാണ് പെരുമാറിയിട്ടുള്ളതെന്നുള്ളത് മേൽക്കോടതികൾക്ക് ബോധ്യപ്പെടണ്ടേ? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒക്കെ ബോധ്യപ്പെട്ടാലല്ലേ ആ ജഡ്ജിയെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റണം എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അപ്പം അതുകൊണ്ട് നിർഭാഗ്യവശാൽ അതിജീവിത എന്നുള്ള നിലയിൽ നിങ്ങൾ ആരുടെയൊക്കെയോ സ്വാധീനത്തിലാണ് തുടരുന്നത് എന്നുള്ള ഒരു തോന്നലാണ് അതിജീവിത എന്നുള്ള നിലയിൽ നിങ്ങൾ നടത്തുന്ന പരസ്യ പ്രകടനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങൾ വിദ്യാസമ്പന്നയായിട്ടുള്ള ഒരു വനിതയാണ്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ശക്തിയുള്ള ഒരു വനിതയാണ്, നിങ്ങൾക്ക് നല്ല ബന്ധങ്ങളുള്ളതാണ്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയുള്ള ഘട്ടത്തിൽ, ഇപ്പം എനിക്കറിയില്ല, കാരണം ഞാൻ വിധി മുഴുവൻ വായിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ വളരെ ദുർബലമായിരിക്കും മുന്നോട്ട് പോയാൽ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് പൊതുവിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു, ഇനിയുള്ള മുന്നോട്ട് പോക്കില്ലെങ്കിലും നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങൾ പോലീസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും കൂടെ നിൽക്കുന്നവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭ്യുദയവാംശികളാണെന്ന് കൂടിയിരിക്കുന്നവരെന്നോ എന്ന് പറയുന്ന അവരുടെ സ്വാധീനത്തിലാണ് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത ഘട്ടത്തിലും നിങ്ങൾ പരാജയപ്പെടുകയേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വനിത വന്നിട്ട് എന്തൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത്? അവരെന്ത് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? കയ്യടി കിട്ടുക എന്നുള്ളതല്ലാതെ അവർക്ക് എന്ത് ഉദ്ദേശമാണ് ഇതിനകത്ത്? ആ ടി.ബി. മിനി എന്ന് പറഞ്ഞൊരു സ്ത്രീ നിങ്ങളുടെ അഭിഭാഷകയായിരുന്നു. അവരെന്തൊക്കെ പൊട്ടത്തരമാണ് അവർ വിളിച്ചു പറയുന്നത്? അവരുടെ അഭിഭാഷകയല്ലേ? എന്തൊക്കെ പൊട്ടത്തരമാണ് അവർ വിളിച്ചു പറയുന്നത്? എന്താണ് വിമൻ ഇൻ മീഡിയ കളക്റ്റീവ് എന്തൊക്കെ പറഞ്ഞിട്ടൊരു കുറേ ബുദ്ധിജീവി സ്ത്രീകൾ, ഇവരൊക്കെ തെറ്റായി നിങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്യന്തികമായി ഇതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇവരെ ആരെയും വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
നിങ്ങൾക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത് എന്നുള്ള കാര്യം ദയവായി നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അതിജീവിത എന്നുള്ള നിലയിൽ നിങ്ങളോട് ബഹുമാനത്തോടു കൂടിയും എമ്പതിയോടുകൂടിയും ആണ് ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യണം. നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചതിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് വളരെ വിനയത്തോടു കൂടി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരുപാട് സ്ത്രീപീഡന വിഷയങ്ങളിൽ ഇരകൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ പോലും താല്പര്യമുണ്ട്. നിങ്ങൾ സ്വതന്ത്രമായി സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ആരുടെയും സ്വാധീനത്തിൽപ്പെടാതെ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം താല്പര്യമുണ്ട്. എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റും. ഞാൻ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൂടെ 5 വർഷം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് ഒരുപാട് അഡ്വൈസ് നിങ്ങൾക്ക് അനുകൂലമായി തരാൻ കഴിയും എന്നുള്ള ഒരു കാര്യവും കൂടി നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.